SFI സംസ്ഥാന സെക്രട്ടറി PM അർഷോയുടെ ഹാജർ റിപ്പോർട്ടിൽ മലക്കം പറഞ്ഞ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ അർഷോയ്ക്ക് മതിയായ ഹാജർ ഇല്ലെന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ഹാജർ ഉണ്ടെന്ന് കാണിച്ച് പുതിയ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. പരീക്ഷ എഴുതാൻ ആവശ്യമായ ഹാജർ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി MG സർവകലാശാലയ്ക്കാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യ സുജി ചേരുന്നുണ്ട്. സൂര്യ, നിന്ന നിപ്പിൽ പ്രിൻസിപ്പലിന്റെ മലക്കം മറിച്ചിലാണ്. എന്തെല്ലാമാണ് പുതിയ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ? കൃഷ്ണ, SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ദീർഘനാളായി അദ്ദേഹം കോളേജിൽ ഹാജരാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആർഷോയുടെ പിതാവിന് ആർഷോയെ പുറത്താക്കുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതേ കോളേജ് പ്രിൻസിപ്പൽ മുൻപ് നോട്ടീസ് അയച്ച വാർത്തകളെല്ലാം തന്നെ മാധ്യമങ്ങളിൽ ചർച്ചയായതായിരുന്നു. ആ സമയത്ത് താൻ സ്വമേധയാ കോളേജിൽ നിന്ന് എക്സിറ്റ് അടിക്കുകയായിരുന്നു എന്ന് ആർഷോ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അന്ന് ആർഷോയ്ക്ക് കൃത്യമായ ഹാജർ നില ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ അതേ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ തന്നെയാണ് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് ആർഷോയ്ക്ക് കൃത്യമായ ഹാജർ നിലയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പലിന്റെ വാദം ഇങ്ങനെയാണ്: 5 വർഷം ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പഠിക്കുന്നവർക്ക് 6ാം സെമിസ്റ്ററിൽ BA പാസ്സാകാതെ 7ാം സെമിസ്റ്റർ MA ക്ലാസ്സിൽ തുടർ പഠനം നടത്താം. പക്ഷേ ആർഷോയ്ക്ക് 5ാം സെമിസ്റ്ററിലും 6ാം സെമിസ്റ്ററിലും 10% താഴെ മാത്രമാണ് ഹാജർ നിലയുള്ളത്. ആർഷോയുടെ ഈ 10% ഹാജർ നില പൂഴ്ത്തിവെച്ചുകൊണ്ടാണ് പുതിയൊരു ഹാജർ റിപ്പോർട്ട് MG സർവകലാശാല രജിസ്ട്രാർക്ക് ഈ പ്രിൻസിപ്പൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൃത്യമായ ചട്ടലംഘനമാണ് പ്രിൻസിപ്പൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. MG സർവകലാശാലയ്ക്ക് ആർഷോയുടെ വ്യാജ ഹാജർ റിപ്പോർട്ട് നൽകി കബളിപ്പിച്ചു എന്നൊരു ഈ കേസിൽ പ്രിൻസിപ്പലിനെ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ ആർഷോയുടെ 4ാം സെമിസ്റ്റർ മുതൽ കോളേജിൽ നിന്നും റോൾ ഔട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അംഗങ്ങൾ ഗവർണർക്കും അതോടൊപ്പം തന്നെ MGVCക്കും നിവേദനം നൽകിയത്. നമ്മൾ ഈ കോളേജ് പ്രിൻസിപ്പളെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ അറിഞ്ഞത് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത്. ഏതായാലും ചട്ടലംഘനമായാണ് ഇപ്പോൾ ആർഷോയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രിൻസിപ്പൽ സമർപ്പിച്ചതായിട്ടുള്ള രേഖകൾ നമുക്ക് ലഭിക്കുന്നത്. സൂര്യ സുജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എങ്ങനെയാണ് അറ്റൻഡൻസ് കിട്ടിയത് എന്ന വിഷയത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് കോളേജിൻ്റെ പ്രിൻസിപ്പളും തയ്യാറായില്ല എന്നുള്ളതാണ് സൂര്യ ഇപ്പോൾ അറിയിച്ചത്.